പെൺമക്കളുള്ള അച്ഛനമ്മമാരെയും അതുപോലെ തന്നെ സ്ത്രീകളെയും ഒരുപോലെ വേദനിപ്പിക്കുന്ന ഒരു സംഭവമാണ് കഴിഞ്ഞ ദിവസം കോതമംഗലത്ത് നടന്നത്. സംഭവം എന്താണെന്ന് വിവരിക്കും മുമ്പ് നമുക്ക് ആ ചെറിയ വീഡിയോ ക്ലിപ്പ് ഒന്ന് കണ്ടു നോക്കാം. കോതമംഗലത്ത് TTC വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യയിൽ ആൺസുഹൃത്തിനെതിരെ ഗുരുതര ആരോപണം കേസും. സോന എൽദോസ് എന്ന പെൺകുട്ടിയാണ് കഴിഞ്ഞ ദിവസം വീടിനുള്ളിൽ തൂങ്ങി മരിച്ചത്. സംഭവം എന്താണെന്ന് വെച്ചാൽ ആൺസുഹൃത്തായ റമീസും സോന എൽദോസും തമ്മിൽ പ്രണയത്തിലായിരുന്നു. പക്ഷേ ഇരുവരുടെയും വിവാഹം നടക്കണമെങ്കിൽ സോനയോട് ജാതി മാറണമെന്നും അതേ തുടർന്ന് യുവാവും യുവതിയും തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടായി. റമീസ് വിവാഹം കഴിക്കാനായി മതം മാറാൻ നിർബന്ധിച്ചെന്നും വിസമ്മതിച്ചപ്പോൾ വീട്ടിലെത്തിച്ച് ക്രൂരമായി മർദ്ദിച്ചു എന്നുമാണ് ആത്മഹത്യാ കുറിപ്പിലുള്ളത്. റമീസിന്റെ ബന്ധുക്കളും ഇതിന് കൂട്ടുനിന്നു. പെൺകുട്ടിയുടെ കുടുംബത്തിന്റെ പരാതിയിൽ റമീസിനെ കോതമംഗലം പോലീസ് കസ്റ്റഡിയിലെടുത്തു. വീഡിയോയിൽ പറഞ്ഞതുപോലെ സോനയുടെയും റമീസിന്റെയും വിവാഹം നടക്കണമെങ്കിൽ മതം മാറണമെന്ന് പറഞ്ഞു. സോന അതിന് സമ്മതിക്കുകയും ചെയ്തു. പക്ഷേ അപ്രതീക്ഷിതമായി 3 മാസം മുമ്പ് സോനയുടെ അച്ഛൻ മരിച്ചു. അതുകൊണ്ട് സോനയുടെ റമീസിന്റെയും വിവാഹം 1 വർഷം കഴിഞ്ഞു മതി എന്ന് സോനയുടെ വീട്ടുകാർ പറഞ്ഞു. പക്ഷേ റമീസ് അതിന് തയ്യാറായില്ല. ഉടൻ തന്നെ പൊന്നാനിയിൽ പോയി മതം മാറണമെന്നും തുടർന്ന് റമീസിന്റെ വീട്ടിൽ താമസിക്കണമെന്നും പുറത്തു പോകരുത് എന്ന് പറഞ്ഞ് സോനയെ വിലക്കുകയും ചെയ്തു. എന്നാൽ കഴിഞ്ഞ ദിവസം റമീസിനെ പോലീസ് അനാശാസ്യ കേന്ദ്രത്തിൽ നിന്ന് പൊക്കി. അതിനെ ചൊല്ലി സോന റമീസിനെ ചോദ്യം ചെയ്തു. അവർക്കിടയിലെ തർക്കങ്ങൾക്കൊടുവിൽ അവസാനം ഒരുമിച്ച് ജീവിക്കാമെന്ന നിലപാടിൽ സോന വന്നു. പക്ഷെ ഒരു ചെറിയ കണ്ടീഷൻ വെച്ചു. അതായത് താൻ ഇനി ജാതി മാറില്ല എന്നും നമുക്ക് രജിസ്റ്റർ മാരേജ് ചെയ്യാമെന്നും പറഞ്ഞു. കലിമൂത്ത റമീസ് അങ്ങനെ ചെയ്യാമെന്ന് സമ്മതിച്ചു. രജിസ്റ്റർ മാരേജ് ചെയ്യാമെന്ന പേരിൽ സ്വന്തം വീട്ടിലേക്ക് സോനയെ വിളിച്ചു വരുത്തി. അവിടെ വെച്ച് വീണ്ടും ജാതി മാറുന്നതിനെ ചൊല്ലി തർക്കമുണ്ടായി. അതിന് വിസമ്മതിച്ചതോടെ സ്വന്തം അച്ഛനമ്മയുടെ മുമ്പിൽ, അതായത് റമീസിന്റെ സ്വന്തം അച്ഛനമ്മയുടെ മുമ്പിലിട്ട് മാനസികവും ശാരീരികവുമായി സോനയെ മർദ്ദിക്കുകയാണ് ഉണ്ടായത്. അതിനെ തുടർന്ന് സോന മനം നൊന്ത് കത്തെഴുതി വെച്ചിട്ട് ആത്മഹത്യ ചെയ്തു. ഈ കേസിനെ പറ്റി എനിക്ക് പറയാനുള്ളത്, റമീസ് ചീത്തയാണെന്ന് കാണിക്കുന്ന 2 സംഭവങ്ങളാണ് സോനയ്ക്ക് മുമ്പിൽ ഉണ്ടായത്. ആദ്യമേ തന്നെ സ്വന്തം അച്ഛൻ മരിച്ചിട്ടും കൂടി വിവാഹം പെട്ടെന്ന് വേണമെന്നുള്ള റമീസിന്റെ തീരുമാനം. 2, ഒരു പെൺകുട്ടിക്കും സഹിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള സംഭവം, അതായത് റമീസിനെ അനാശാസ്യ കേന്ദ്രത്തിൽ നിന്ന് പൊക്കിയത്. ഈ 2 സംഭവം കൊണ്ട് തന്നെ അവനെ മനസ്സിലാക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ അവൻ തന്നെ ചതിക്കുകയാണെന്ന്. എന്നിട്ടും കൂടി അവന്റെ ഒപ്പം ജീവിക്കാമെന്നുള്ള തീരുമാനം എന്തുകൊണ്ട് എടുത്തു എന്നത് വലിയൊരു ചോദ്യചിഹ്നമായി നിൽക്കുന്നതാണ്. അതുകൊണ്ട് പെൺകുട്ടികളുള്ള അച്ഛനമ്മമാരോടും അതുപോലെ തന്നെ പ്രണയിക്കുന്ന യുവതികളോടും എനിക്ക് പറയാനുള്ളത്, ഇതുപോലെയുള്ള ടോക്സിക് നിറഞ്ഞ സംഭവങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കാണുകയാണെങ്കിൽ ആ റിലേഷൻഷിപ്പ് അവിടെ വെച്ച് വിടുക. കാരണം അത് വലിയ പ്രശ്നങ്ങളിലേക്ക് പോകാതിരിക്കാൻ ഭാവിയിൽ ഉപകരിക്കും. പുതിയ ഒരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.